കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ഓർഡറാണ്. നമുക്ക് ഓർഗൻസ മെറ്റീരിയൽ ഫുള്ളി ലവ്ലി ആയിട്ടുള്ള വർക്കാണ് ചെയ്തു പോയിക്കുന്നത്. പല്ലോ ഏരിയയിലേക്ക്, ബ്ലൗസിന്റെ സ്ലീവ്സിലേക്ക്, അതുപോലെ തന്നെ നമുക്ക് ഫ്ലീറ്റഡ് സൈഡിലേക്കാണ് കസ്റ്റമൈസേഷൻ ചെയ്തേക്കുന്നത്. നല്ലൊരു ഓഫ് വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇത് നമുക്ക് വേറെ മെറ്റീരിയൽസ് സെമി ടെസർമേ ഓർഗൻസമേ ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈസ്റ്ററിലേക്ക് 7 days പ്രീ ബുക്കിംഗ് ടൈം 7 days ആണ്. ഇതിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഏത് കളേഴ്സിൽ വേണമെങ്കിൽ, ഇപ്പൊ നമുക്ക് ഈ ബ്ലൂവിന്റെ അവിടെ പിങ്ക് വേണമെങ്കിലും അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. പ്രൈസ് റേഞ്ച് വരുന്നത് ഓർഗൻസയിൽ ചെയ്യുമ്പോൾ 3000. നെക്സ്റ്റ് നമ്മുടെ ഓർഗൻസ സാരീസ് ആണ് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്ലേറ്റഡ് സൈഡിലേക്ക് ഫുള്ളി ഹെവി ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറിയും അതുപോലെ തന്നെ ബീഡ്സ് വർക്കും ആണ് ചെയ്തു പോയിക്കുന്നത്. നല്ല ലവ്ലി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് വിത്ത് സ്കാലപ്സ് ആണ് ചെയ്തു പോയിക്കുന്നത്. ലോവർ പാർട്ടിലേക്ക് നമുക്ക് സ്കാറ്റേർഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് നമുക്ക് സെയിം കളറിലാണ് ചെയ്തേക്കുന്നത്. സ്ലീവ്സ് വർക്കാണ് ബ്ലൗസിന്റെ നമ്മളിപ്പോൾ കാണുന്നത്. സെയിം മെറ്റീരിയലാണ്. നമുക്ക് ഇതേപോലെ ഡിസൈനർ ആയിട്ടുള്ള മൾട്ടി കളർ ത്രെഡ്സ് വെച്ചിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ട് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്ത് യൂസ് ചെയ്യാം. ഓർഗൻസയാണ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ഇതിന്റെ ട്രാൻസ്പെറൻസി പ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറവാണ്. നമുക്ക് ഫിഷ് കട്ടിന്റെ സ്കേർട്ടും ക്രോപ്പ് ടോപ്പ് പോലെ ബ്ലൗസിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് പ്രിൻസസ് കട്ട് പാഡഡ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ്. പ്രൈസ് റേഞ്ച് 5000. ഓർഗൻസ മെറ്റീരിയൽ, സോഫ്റ്റ് ഓർഗൻസ. ഇന്ന് നമ്മൾ കാണിക്കുന്ന സാരി നെറ്റ് കോട്ടയാണ്. ഫുള്ളി ചെസ്റ്റ് പ്ലീറ്റഡ് സൈഡ് ഏരിയയിലേക്കും അതുപോലെ പല്ലുവിന്റെ കോർണേഴ്സിലേക്കാണ് നമുക്ക് വർക്ക് വരുന്നത്. അതുപോലെ തന്നെ ബ്ലൗസിന്റെ സ്ലീവ്സ് ലൈറ്റ് ബ്ലൂവിലാണ് ചെറിയൊരു സിമ്പിൾ വർക്കാണ് ചെയ്തു പോയിക്കുന്നത്. നല്ല ലവ്ലി ആയിട്ടുള്ള ഡിസൈൻ ആണ്. സിമ്പിൾ നെറ്റ് കോട്ട വിത്ത് സ്കാലപ്പ് ആണ് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 2500 ആണ് സാരി. ഇന്നത്തെ നമ്മുടെ സാരീസ് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. നല്ലൊരു ക്രേപ്പ് സിൽക്ക് മെറ്റീരിയൽ. ഫ്ലീറ്റഡ് സൈഡിലേക്കും അതുപോലെ തന്നെ പല്ലുവിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള വർക്കാണ് വരുന്നത് വിത്ത് സ്കാലപ്സ് ആൻഡ് ബ്ലൗസ് പീസ്. സെയിം കളറിന്റെ ബ്ലൗസ് പീസാണ്. സ്ലീവ്സ് നിറച്ച് ചെറിയ ചെറിയ പൂക്കൾ സ്കാറ്റേർഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ചെസ്റ്റിന്റെ അവിടെ നമുക്ക് വർക്ക് വരുന്നുണ്ട്. ഫ്ലീറ്റഡ് സൈഡിലേക്കും വർക്ക് വരുന്നുണ്ട്. നല്ലൊരു ക്രേപ്പ് സിൽക്ക്, സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ക്രേപ്പ് സിൽക്ക് മെറ്റീരിയലാണ്. നല്ലൊരു സ്കിൻ കളറായിട്ട് വരും. പ്രൈസ് റേഞ്ച് 3000. നെക്സ്റ്റ് സാരി വരുന്നത് നമുക്ക് സെമി ടെസർ മെറ്റീരിയൽ ആണ്. ഫ്ലീറ്റഡ് സൈഡിലേക്ക് കുഞ്ഞു നമ്മുടെ മിഷൻ എംബ്രോയിഡറി ഫ്ലവേഴ്സ് ആണ് ചെയ്തു പോയിക്കുന്നത്. അതുപോലെ തന്നെ ലവ്ലി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് നമ്മുടെ പല്ലു ഏരിയയിലേക്ക് വിത്ത് സ്കാലപ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലൗസിന്റെ സ്ലീവ്സിലും ചെറിയൊരു ഡിസൈൻ ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ സ്ലീവ് എൻഡിലേക്ക് ഉണ്ടായിരിക്കും. ഇതാണ് സാരിയുടെ ഓൾ ഓവർ വ്യൂ വരെ. സെമി ടെസർ മെറ്റീരിയൽ ആണ്. നമുക്ക് ഈസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്. റെഡി ഫോർ ഡിസ്പാച്ച്. റേഞ്ച് വരുന്നത് 3400 ആണ്. നെക്സ്റ്റ് സാരി ഓർഗൻസ തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ. ഫുള്ളി ഹാൻഡ് എംബ്രോയിഡറിയും ബീഡ്സ് വർക്കും കൂടിയിട്ടുള്ള ഫ്യൂഷനാണ് നമ്മൾ കാണിക്കുന്നത്. ഇതേപോലെ കൊച്ചു ഫ്ലവേഴ്സും ബീഡ്സ് വർക്കും ആണ്. ഒരുപാട് ഹെവി വർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എന്ന് വെച്ചാൽ ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലീറ്റഡ് സൈഡിലേക്ക് നമുക്ക് വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ചെസ്റ്റ് സൈഡിലേക്കും വർക്ക് വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവ്സിലേക്കും നമുക്ക് വർക്ക് വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവ്സ് നമുക്ക് സെയിം കളറിലാണ് ചെയ്തേക്കുന്നത്. ഇതേപോലെ ലവ്ലി ആയിട്ടുള്ള ഡിസൈൻ ഫുള്ളി സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാരി. പ്രൈസ് റേഞ്ച് വരുന്നത് 5500. നമുക്ക് ഓർഗൻസ സാരീസ് എപ്പോൾ യൂസ് ചെയ്താലും ഫിഷ് കട്ടിന്റെ സ്കേർട്സ് ആണ് ഏറ്റവും ഭംഗി വരാം. നല്ലോണം സെയിം കളർ മെറ്റീരിയൽ, സെയിം കളർ ആയിട്ടുള്ള സാറ്റിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ആയാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഫിഷ് കട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം. ബ്ലൗസ് മെറ്റീരിയൽ നമ്മൾ ചെയ്യുമ്പോൾ ലൈനിങ് നല്ല ലൈനിങ് കൊടുത്തിട്ട് പാഡഡ് ആയിട്ടുള്ള കുറച്ച് ക്രോപ്പ് ടോപ്പ് പോലെ പ്രിൻസസ് കട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റൈലിഷ് ഫീൽ നമുക്ക് വരും. ട്രാൻസ്പെറൻസി അത്രയും വിഷയം ഉണ്ടായിരിക്കില്ല. ചെറിയൊരു ഗ്യാപ്പ് മാത്രമാണ് ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ ലോങ് ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി ഉണ്ടായിരിക്കും. അതേപോലെ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് ഓർഗൻസ. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് ഫീൽ ചെയ്യും. നെക്സ്റ്റ് സാരി നെറ്റ് കോട്ടൺ മെറ്റീരിയലാണ് വിത്ത് ബോർഡർ. വിത്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് വരുന്നത്. നമ്മുടെ ബ്ലൗസിന്റെ സ്ലീവ്സ് ഒക്കെയാണ് നമ്മളിപ്പോൾ ഈ വർക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലീറ്റഡ് സൈഡിലേക്കും അതുപോലെ തന്നെ നമ്മുടെ പല്ലുവിന്റെ ഏരിയയിലേക്കുമാണ് വർക്ക് വരുന്നത്. നല്ലൊരു സിമ്പിൾ ആയിട്ട് ഒതുങ്ങിയെടുക്കുന്ന നെറ്റ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് വിത്ത് ബോർഡർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ബോർഡറോട് കൂടിയിട്ട്. പ്രൈസ് റേഞ്ച് വരുന്നത് 3200.